ഇനി നമുക്ക് വീണ്ടും ഒന്ന് തെരഞ്ഞെടുപ്പ് കൗതുകത്തിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ നമ്മൾ ഇന്നലെ ഈ തത്സമയം തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നതിനിടയിൽ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ വന്ന് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി കാണാം. അതായത് CPI പ്രവർത്തകനായ ബാബു വർഗീസ്, അദ്ദേഹം വളരെ അറ്റുനൂറ്റ് തൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വിജയമൊക്കെ കാത്തിരുന്നതാണ്. പക്ഷേ നഗരസഭയിൽ LDFൻ്റെ ഭരണം പോയപ്പോൾ ഈ ബാബുചേട്ടന് നഷ്ടപ്പെട്ട സ്വന്തം മീശ കൂടിയാണ്. ഉല്ലാസേട്ടാ, ഈ ബാബുചേട്ടന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. വൃത്തിയടങ്ങ് മാറിയെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇപ്പൊ നല്ല തെളിച്ചമുണ്ട്. ഞാനത് പറയാൻ പോവായിരുന്നു. അവസാനം പണി പറ്റിയില്ലേ? പറ്റി. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ നടക്കുമോ. ഞാൻ വിചാരിച്ചു LDF വരുമെന്നായിരുന്നു, പക്ഷെ വന്നില്ല. അതിനിവന്മാർ പിടിച്ച പിടിയാൽ എന്നെ ഇരുത്തി അത് ചെയ്യിപ്പിച്ചോളും. എൻ്റെ പാർട്ടി തോറ്റെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിച്ചേട്ടനെ വിളിച്ചു. ഞാൻ വന്ന് രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവർ തന്നെ കസേര എടുത്ത് ബാർബർ ഷോപ്പുകാരനെ കൊണ്ടുവന്ന് അവിടെ സെൻട്രൽ ജംഗ്ഷനിൽ സഹോദരൻ്റെ കടയുടെ മുമ്പ് വെച്ച് തന്നെ പഠിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. വീട്ടുകാരറിഞ്ഞോ? ഭാര്യയും മക്കളും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ ഇനി എന്തോ പറയുമെന്ന് അറിയത്തില്ല. 51 വയസ്സായി, ഇതുവരെ ഈ മീശ ഞാൻ എടുത്തിട്ടില്ല. ചേട്ടാ ഇത്തിരി കടുത്തു പോയി. ഞാൻ അത് പറഞ്ഞ ഇവിടെ UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു LDF വരത്തുള്ളൂ, മീശ എടുക്കാം, പന്തായം വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ LDF അധികാരത്തിൽ വന്ന മീശ എടുക്കാം, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്ന ബാബു എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താ. ഈ വടിക്കും തോറും ഏറിടും എന്നാണ് പറയുന്നത്. ഇതുവരെ വടിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇനി കിളിക്കുവോ? അറിയത്തില്ല. കിളിച്ചില്ലെങ്കിൽ അതിന് കാരണക്കാർ വരാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവത്തെ പോലെ കണ്ട ഒരു സാധനമാണ് ഈ മീശ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല. പക്ഷെ അതിപ്പോൾ എടുക്കേണ്ടി വന്നു. തലയാൻ ആരുടെ മുമ്പിലും കുനിച്ചില്ല. പാർട്ടിക്ക് വേണ്ടി ജീവൻ കളയുന്ന ഒരു വ്യക്തിയാണ്. ഈ സക്കീർ ഹുസൈൻ ചെയ്ത് 5 കൊല്ലത്തെ വികസനം വെച്ച് നല്ലതായിട്ടാണ്. ഈ അലങ്കാറിൻ്റെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ട് ഇതുവഴി പോകുമ്പോൾ പാമ്പും കയറി പറ്റി കിടന്ന ഒരു ഏരിയയാണ്. അംഗൻവാടികളെ, ആയുർവേദ ആശുപത്രികളെ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് LDF ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞ് LDF വരുമെന്ന്. ഇങ്ങനെ ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ച UDF വരത്തില്ല. പണ്ടത്തെ അടുത്ത പറഞ്ഞോ LDF വരത്തുള്ളൂ. അത് വെച്ച് ഇതുകൊണ്ട് പറഞ്ഞ. പക്ഷെ ഇവരെന്നെ പിടിച്ച പിടിയാൽ ഇത് എടുപ്പിച്ചോമാർ. ചേട്ടാ 33 വർഷമായി. കിളിക്കുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? ഇല്ല, എനിക്കും കാര്യമായ പ്രതീക്ഷയില്ല. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. ഇതൊക്കെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവർ എടുക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അഭിലാലുണ്ട്. അഭിലാൽ, ദൈവത്തെ പോലെ കണ്ട മീശയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വിഷമമുള്ളിലുണ്ടാകും, പക്ഷേ പുറമെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മീശ പഠിച്ചതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പന്തയത്തിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. ഞായറാഴ്ച രാത്രി 8:30 പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിലായിരുന്നു ഈ പന്തയം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി LDF അധികാരത്തിൽ വരും. വന്നില്ലെങ്കിൽ എന്റെ മീശ എടുത്ത് ഒരു കുപ്പി ഞാൻ കൊണ്ടാട്ട് മേടിക്കും. ഞാൻ UDF അധികാരത്തിൽ വരും, മീശ എടുത്ത് ഒരു കുപ്പി എനിക്ക് മേടിക്കും. ഞാൻ തരുമല്ലോ. വന്നില്ലെങ്കിൽ വന്നാൽ മാറ്റമില്ലല്ലോ. സത്യം സത്യം സത്യം. മീശയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അഭിലാൽ പറയും. സുഹൃത്തുക്കൾ രാജൻ ബാപ്പയുടെയും ഉല്ലാസ് പുരുഷോത്തമൻ്റെയും സാന്നിധ്യത്തിലാണ് ഉണ്ണിയും ബാബു വർഗീസും ചേർന്ന് ഈ പന്തയത്തിൽ ഏർപ്പെടുന്നത്. ഉണ്ണിയാകട്ടെ കടുത്ത കോൺഗ്രസ്സുകാരനാണ്, ബാബു വർഗീസ് CPIയുടെ പ്രവർത്തകനും. രണ്ടുപേരും തങ്ങളുടെ കക്ഷി അധികാരത്തിൽ വരുമെന്ന ഉത്തമ വിശ്വാസമുള്ളവരായിരുന്നു. പക്ഷേ ബാബു വർഗീസിൻ്റെ വിശ്വാസം പാളി. അദ്ദേഹത്തിൻ്റെ മീശ പാടേ പോയി. ഈ വാതുവെപ്പിന് അവർ ഒരു കുപ്പി മദ്യം കൂടി വെച്ചിരുന്നു. പക്ഷേ ആ മദ്യം കിട്ടിയോ വാങ്ങിയോ ഒന്നിച്ചിരുന്നടിച്ചോ എന്നതിനെക്കുറിച്ച് രണ്ട് കക്ഷികളും പറഞ്ഞതുമില്ല. ശരി, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് സൗഹൃദത്തിൻ്റെ കാഴ്ചയായിട്ട് അവർ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ.